ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സുനാപ യോഹന്നാൻ ഈശോയെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ വാക്കുകളായിരുന്നു. പാപം നീക്കാനായിട്ട് ദൈവം അയച്ച കുഞ്ഞാടാണ് ഈശോ. നമ്മളെയൊക്കെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമ്മളൊക്കെ നഷ്ടപ്പെടുത്തിയ ദൈവപുത്ര സ്ഥാനം വീണ്ടും തിരിച്ചു നൽകാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ഈശോ എന്ന് പറയുന്നത്. കാരണം അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഈ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട്, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ രക്ഷിക്കാനായിട്ട് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകുവാൻ തക്ക വിധം ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ പുത്രന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി നമ്മെ പാപത്തിൽ നിന്ന് മോചനം നേടി ദൈവപുത്ര സ്ഥാനത്തിന് അവൻ അർഹനാക്കി. സ്വയമുള്ളവർ, അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പാപത്തിന് അടിമപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഈ സ്നേഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നീ നിന്റെ ജീവിതത്തില് പിതാവായ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി, ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാനായിട്ട് നിനക്ക് സാധിച്ചാല് പിന്നീട് ഒരിക്കലും നീ ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകത്തില്ല. ആ സ്നേഹത്തിന് വേണ്ടി, പിതാവായ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ എന്തും ഉപേക്ഷിക്കാനായിട്ട് നിനക്ക് സാധിക്കും. കാരണം നമുക്കറിയാലേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര ത്യാഗം വേണമെങ്കിലും നമ്മൾ ഏറ്റെടുക്കും. എന്ത് കാര്യം വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ, കാരണം സ്നേഹം എത്രമാത്രം ആഴമുള്ളതാണോ അതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കലുകളും കൂടും. എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ആ ദൈവത്തിന് വേണ്ടി എന്റെ ജീവിതത്തില് എന്റെ ഇഷ്ടങ്ങളും എന്റെ ആഗ്രഹങ്ങളും സന്തോഷത്തോടുകൂടി ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാനായിട്ടും ആ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥയിൽ നിന്ന് അകന്ന് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.